ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. രാഹുലിന് അയച്ചു കൊടുത്ത പൈസയുടെ 1,07,500 ഇങ്ങനെ പൈസ അയച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ ഡെലിവറിയൊക്കെ രാഹുലിന് പോയിട്ടുണ്ട്. അതായത് ഇവർ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് പരാതിക്കാരി. ഇതാ കുറേ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന മൂന്നാം പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടാൻ പോവുകയാണ്. ഈ തെളിവുകളിൽ ഇച്ചിരി വശപ്പശകുണ്ട്. ഇന്നലെ 24 ന്യൂസ് എന്ന ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ രാഹുൽ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അങ്ങ് പൊള്ളി. ആ പൊള്ളിയതിൻ്റെ ഭാഗമായിട്ട് ഒരു മാധ്യമ പ്രവർത്തക ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കുറച്ച് തെളിവുകൾ, മൂന്നാം പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ അവർ പുറത്തുവിട്ടു. എന്നിട്ട് അവർ ഹാഷ്മിയോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം വ്യക്തമായി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെയായിട്ട് ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ടാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വന്ന് 24 ന്യൂസ് ചാനലിൽ ഇരുന്ന് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ തീയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പല കാര്യങ്ങളും രാഹുൽ ഇന്നലെ പറയുന്നത് കേട്ടു. പല കാര്യങ്ങളും രാഹുൽ ഇന്നലെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും നല്ല രീതിയിൽ കൊണ്ടു. കാരണം എങ്ങനെയെങ്കിലും രാഹുലിനെ അകത്താക്കുക. ഈ ഒരു അജണ്ടയിൽ ഇരിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ, അവരുടെ മുമ്പിലേക്കാണ് രാഹുലിൻ്റെ ഇന്നലത്തെ ആ ഒരു ഇൻ്റർവ്യൂ എത്തുന്നത്. രാഹുലിൻ്റെ തീപ്പാറും പ്രകടനം പലർക്കും കൊള്ളുവടെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു. എന്താണെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. മറ്റേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു വാർത്ത, അവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇതൊന്ന് കണ്ടോ നിങ്ങൾ? എത്തിക്സ് കമ്മിറ്റിയിൽ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിനെ എതിർക്കാൻ UDF. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം എന്നാണ് UDF വിലയിരുത്തൽ. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം. AK സ്റ്റെഫിനുണ്ട് വിശദ. പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി. പക്ഷേ MLA സ്ഥാനം എടുത്ത് കളയാൻ കോൺഗ്രസ്സുകാർക്കൊരു മടി. അത് തന്നെയാണ് സംഗതി. കാരണം എന്നെങ്കിലും ഒരു ദിവസം രാഹുൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാനം അവിടെ ഇല്ലാതെയാകും. ഇപ്പോൾ രാഹുലിൻ്റെ MLA സ്ഥാനം കൂടി എടുത്ത് കളഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടിയും കൊണ്ട് പ്രിയങ്കരായ കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുള്ളതേ. ഇന്നലെ രാഹുൽ ഒരുപാട് വാചാലനായിട്ട് ഇന്നലത്തെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. കോൺഗ്രസ് എന്നെ പുറത്താക്കിയാലും ഞാൻ എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തന്നെ നിലകൊള്ളും എന്നൊരു കാര്യം രാഹുൽ ഇന്നലെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ആ വ്യക്തിയോട്. അത് വേറൊന്നും കൊണ്ടല്ല, ആ പാർട്ടി പുള്ളിയെ തള്ളി പറഞ്ഞിട്ടും ആ പാർട്ടിയെ പുള്ളി തള്ളി പറയുന്നില്ലല്ലോ. ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അതാണ്. ഇനി തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ കാണുന്നതിന് മുമ്പ് രാഹുൽ ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളെ കേൾപ്പിക്കണം. അത് നിങ്ങൾ ഇപ്പോൾ ഒന്നുകൂടെ കേട്ടെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കാൻ പോകുന്ന തെളിവുകൾ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. രാഹുൽ ഇന്നലെ പറയുന്നുണ്ട്, തെളിവുകൾ പുറത്തുവിടട്ടെ, ഞാൻ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലോ അവരെനിക്ക് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലോ പുറത്തുവിടട്ടെ എന്ന് പറയുന്നുണ്ട്. പുറത്തു വിട്ടു. രാഹുൽ എത്ര രൂപ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, രാഹുൽ മേടിച്ചത് മാത്രമേ ഉള്ളൂ. രാഹുൽ തിരിച്ചു കൊടുത്തൊന്നും എന്താ പുറത്ത് വിടാത്തത്? അതല്ല, തെളിവുകളാണല്ലോ. കോടതിയിൽ ഈ തെളിവുകൾ എത്തിയിട്ടും കോടതി എന്തുകൊണ്ട് രാഹുലിന് ജാമ്യം കൊടുത്തു? ഒരു ചോദ്യമല്ലേ അത്? ഈ ഒരു ഇൻ്റർവ്യൂ, രാഹുൽ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ കണ്ടതായിരിക്കും, എന്നാലും നിങ്ങളൊന്ന് കാണണം. എനിക്ക് കുറച്ച് സംശയങ്ങൾ ഇവിടെയുണ്ട്. കണ്ടു തുടങ്ങാം. ഒരു ദിവസം ഒരു യുവനടി, ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരാക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്.
എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് ഹോട്ടലിലേക്ക് വിളിച്ചു വന്നതാണ് അവരുടെ പരാതി. ടു ദ പോയിന്റ്. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, പിന്നീടാണ് അവർ അത് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ്? ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് അത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് റിനി പുറത്ത് വിട്, റിനി ചാറ്റ് പുറത്ത് വിട്. രാഹുൽ മകളെ ഹോട്ടലിലേക്ക് വിളിച്ച ആ ചാറ്റ് ഒന്ന് പുറത്ത് വിട്. രാഹുൽ പറയുന്നുണ്ടല്ലോ പുറത്ത് വിട്. പുറത്ത് വിട്ടാൽ റിനിയും ചിലപ്പോൾ നാണം കെടും. കാരണം രാഹുൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ ചേട്ടാ വരാമല്ലോ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളത്തില്ലേ? ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങ് പറയുകയാണ് തമാശ രൂപേണ. അല്ലാതെ ഇവിടെ റിനി മോശക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചാറ്റ് പുറത്ത് വിട്, ചാറ്റ് പുറത്ത് വിട്. ബാക്കി കേൾക്കാം. മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 വിളിക്കണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്നും പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിടട്ടെ. ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. 1. 2 അല്ലല്ല, അതെങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ. എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുലും മിണ്ടാത്തേ? എന്നാൽ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. പിന്നെ അല്ല ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത്? ബാക്കി കേൾപ്പിക്കാമേ. അത് എന്ത് വർത്തമാനാണ് ഹാഷ്മിക്ക? അതിജീവിതമാര് മിണ്ടരുത്, ഞാൻ അങ്ങ് ചാറ്റ് പുറത്ത് വിടും. നിങ്ങളാണത് പറഞ്ഞത്. പുള്ളി അങ്ങനൊന്നും അല്ല പറയുന്നത്. പുള്ളി നിങ്ങൾ ഈ പറയുന്ന അതിജീവിതം ആരോടും അല്ല ചോദിക്കുന്നത്, റിനിമോളോടാണ്. റിനി ഒരു അതിജീവിതയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പരാതിയായിട്ട് പോട്ടെ. ഇവിടെ ഹാഷ്മി ചോദിക്കുന്നുണ്ട് രാഹുൽ അങ്ങനെ പറഞ്ഞോ, ഹോട്ടലിലേക്ക് വിളിച്ചോ? രാഹുൽ അപ്പോഴും ഇല്ലാന്ന് പറയുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? രാഹുൽ ഇല്ലാന്നൊന്നും പറയുന്നില്ല. രാഹുൽ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ റിനി എന്താണ് മറുപടി കൊടുത്തത് അതും കൂടെ റിനി പറയണം. പിന്നെ റിനി വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണല്ലോ പറയുന്നത്. പിന്നെ എന്തിനാണ് രാഹുൽ ചോദിക്കുന്ന കണക്ക് അമ്മയുടെ ബർത്ത്ഡേക്ക് വിളിച്ച് സംസാരിക്കാൻ എന്ത് കാര്യത്തിന്? എന്തിനാ അത് ചെയ്തത്? അല്ല, ഇനി ആ പറയുന്ന കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അത് പറയുന്ന കള്ളമാണെങ്കിൽ റിനി ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് ഈ കോൾ ഹിസ്റ്ററിയൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ എടുത്ത് നോക്കണം വിളിച്ചിട്ടുണ്ടോ എന്ന്. ഈ സംഗതി വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്നു. അതിന് ശേഷവും ഈ റിനി വിളിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കട്ടെ. അങ്ങനെ തെളിഞ്ഞാൽ റിനിമോളുടെ കാര്യം ഇങ്ങനെ അങ്ങോട്ട് കീറും. പിടികിട്ടിയോ? പിന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രാഹുലിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, റിനിയെ വിളിച്ചോ? ഞാൻ കോൺവെർസേഷൻ പുറത്ത് വിടാം. രാഹുൽ അങ്ങനെ പറയുന്നുള്ളൂ. വിളിച്ചിട്ടുണ്ടാവാം. റിനി എന്താണ് മറുപടി കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പിടികിട്ടിയോ? പുള്ളി കോഴിയാടേ. പുള്ളി ഇല്ല കോഴിയല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പുള്ളി കോഴിയാ. അത് പുള്ളി ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് നിഷേധിക്കുന്നില്ല. പക്ഷെ പുള്ളി പറയുന്നൊരു കാര്യമുള്ളൂ, ഞാനായിട്ട് ആരെ ഒന്നും ചെയ്തിട്ടില്ല, പരസ്പര സമ്മതത്തോടു കൂടി. അത് തെറ്റാണോ? നമുക്ക് ബാക്കി കേൾക്കാമേ. ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യമല്ല. കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും.
ഞാൻ മറുപടി പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെ? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസിൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. പുറം ലോകത്തേക്ക് വിടൂ ഷഹനാസ്. ആ ചുട്ട മറുപടി കൊടുത്തതും പുറം ലോകത്തേക്ക് വിടൂ. അതുപോലെ തന്നെ രാഹുൽ ഇപ്പോൾ ഹാഷ്മി ചോദിക്കുമ്പോഴത്തേക്ക് രാഹുൽ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചാറ്റ് കാണാൻ കണ്ടോളൂ എന്നല്ലെങ്കിൽ ഞാൻ ചാറ്റ് തരാം എന്ന് പറയുമ്പോൾ ഭീഷണിയാണോ എന്ന് ചോദിക്കുന്നില്ലേ? അല്ല, അപ്പം രാഹുൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അയാൾക്കെതിരെ എന്തു പറഞ്ഞാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കണോ? അതാണോ ചെയ്യേണ്ടത്? അല്ല, പുള്ളി അതാണ് ചെയ്യേണ്ടതെങ്കിൽ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പുള്ളിയെ കോടതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഈ സാധനം എന്താ ഈ മൈക്കും കൊണ്ട് ഇങ്ങനെ ചെല്ലുന്നത്? പറ മോനെ പറ. അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും പ്രശ്നം. ഇത്ര നേരം അയാളൊന്നും മിണ്ടിയില്ല. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, അവിടെ വന്നിരുന്നിട്ടും അയാൾ സംസാരിക്കുമ്പോൾ ഭീഷണിയാണോ? നീ ഇവിടെ നിന്ന് ഭീഷണി മുഴക്കുവാണോ? അല്ല, പിന്നെ എന്തിനാ പുള്ളിയെ വിളിച്ചിരുത്തിയത്? പുള്ളി അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടോ? അല്ല, അതായിരിക്കാം ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അതാ പറ്റിയത്, അത് നടന്നില്ല. കുറച്ചും കൂടി ഒരു ഹൈപ്പ് കിട്ടി പുള്ളിക്ക്, അതാണ് ഇവിടെ സംഭവിച്ചത്. എങ്ങനെ ഇത് ഭീഷണി? ഒരാൾക്കൊന്നും പറയാൻ എനിക്കെതിരെ ഒരു പരാതി വരുന്നു, ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണോ? അയ്യോ ഇങ്ങനെ ഇരുന്നിട്ട് ആ വരുന്ന പരാതി എല്ലാം ഇങ്ങനെ കേട്ടോണ്ട് ശരി ഞാൻ ഏറ്റവും വലിയ മോശക്കാരൻ, എന്നിട്ട് ഞാൻ അകത്തും പോയി കിടന്ന് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണോ? അല്ല, അത് എവിടുത്തെ ന്യായമായി എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. ഷഹനാസ് കൂടെ നിന്ന് ചതിച്ചില്ലേ, കുതികാല് വെട്ടിയില്ലേ? ബാക്കി കേൾക്കാം. അപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ. ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഞാനൊന്ന് പറയട്ടെ. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കൂടെ നിൽക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ കുതുകാല് വെട്ടിയേക്കാം. കാരണം ഇത് കേരള രാഷ്ട്രീയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുലിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്, നമുക്കറിയില്ല. മനസ്സിലായില്ലേ? ഇവർ ഈ പറയുന്ന പോയിന്റിലൊന്നും ഉണ്ടായിരുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. അവർ പറയുന്ന കാര്യത്തിൽ നിന്ന് അവിടെ ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നേരത്തെ ഇങ്ങനെ ആയിരുന്നോ പറഞ്ഞിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാം. മനസ്സിലായോ? പിന്നെ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ തെളിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ രാഹുലിൻ്റെ ഭാഗത്തേക്ക് എല്ലാവരും ഇപ്പോൾ ഒന്ന് നോക്കാൻ കാരണം സ്ഥിരമായിട്ട് രാഹുലിനെ ആരൊക്കെയോ ഉപദ്രവിക്കുന്നു എന്ന് എല്ലാ ജനത്തിനും മനസ്സിലായതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ആ പുള്ളിയുടെ പുറകെ മാത്രം പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ വ്യക്തി തന്നെ എനിക്ക് അവരെ അറിയാം, ഇദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട്. അത് തെളിയുമ്പോഴത്തേക്ക് നമുക്ക് അവനെ കല്ലെറിയാം. അവൻ അന്ന് അറിയത്തില്ല എന്നാ പറഞ്ഞത്, ഇപ്പം എന്നിട്ട് കണ്ടല്ലോ ഇത്രയും വന്നല്ലോ മതി എന്നും പറഞ്ഞ് കല്ലെറിയാം. ഇവിടെ ആ വ്യക്തിക്ക് എല്ലാവരെയും അറിയാം, എല്ലാവരുമായിട്ടും പുള്ളി കണക്ഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കണക്ഷൻ്റെ അവസാനം പുള്ളിയുടെ
ഫീസ് ഊരിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല പരിപാടിയല്ല. ഫ്യൂസ് ഊരുമ്പോൾ രണ്ടിൻ്റെയും ഫ്യൂസ് ഊരണം. പിടികിട്ടിയോ? എൻ്റെ ഒരു അഭിപ്രായം അതാ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. ഷഹനാസിനെ പോലുള്ളവർ ചിലപ്പോൾ അതായിരിക്കാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തത്? ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ ഇതുവരെ വ്യാജ പരാതി എന്ന് പറഞ്ഞൊരു കാര്യം താങ്കൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഒന്നിന് പിന്നാലെ ഒന്നായി വ്യാജ പരാതി ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ വ്യാജ പരാതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഇനി പോട്ടെ, എല്ലാം വിട്ടേരെ. സോളാർ കേസ് നിങ്ങൾ ഏറ്റവും സെൻസേഷണലൈസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കേസാണല്ലോ സോളാർ കേസ്. അപ്പോൾ പറയരുത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പല മാധ്യമപ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എപ്പോൾ തൊട്ടാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്? ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം. ഇപ്പം നിങ്ങൾ പറയുന്നില്ല. ആ മനുഷ്യൻ്റെ ഇല്ലാത്തൊരു CD തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള വാർത്തകളുമായിട്ട് കോയമ്പത്തൂരിലേക്ക് പറക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? അതൊക്കെ മറന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? CD കോയമ്പത്തൂരായിരിക്കുന്നതെന്ന് അവിടെ പോയി ഇപ്പോൾ എടുക്കും. എന്തൊക്കെയായിരുന്നു ഇവിടെ? ജനങ്ങൾ രാഹുലിൻ്റെ സൈഡ് ഒന്ന് കേൾക്കാൻ നിൽക്കുന്നതിൻ്റെ വേറൊരു റീസണാണിത്. കാരണം ഇന്ന് അവനെ അങ്ങ് കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ തെളിയും അവൻ നിരപരാധിയായിരുന്നു. ഏതെങ്കിലും ഒരു പരാതിക്കാരി വന്നിട്ട് ഇതാ അന്ത ആള് ആ പാർട്ടി പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. മനസ്സിലായോ? മാധ്യമങ്ങൾ അതൊന്ന് ആലോചിക്കുക. അതിജീവിതമാരുടെ കൂടെ നിന്നോ, നമ്മളും നിൽക്കാം, അവർക്ക് നീതി കിട്ടട്ടെ. പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ പരാതി അങ്ങനെ വന്നതാണോ? ഇതെല്ലാം നമ്മൾ ഒന്ന് ഉറ്റു നോക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് രാഹുലിനെ കല്ലെറിയുക. എനിക്കതാണ് പറയാനുള്ളത്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂന്നാം പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ അത് നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് ഒരു മാധ്യമപ്രവർത്തക എഴുതിയിട്ടിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ഈ കുറിപ്പിൻ്റെ ഏറ്റവും അവസാനമാണ് അവർ കുറച്ച് തെളിവുകളൊക്കെ വെച്ചിരിക്കുന്നത്. തെളിവുകളൊക്കെ കാണിച്ചു തരാമേ. അതിനു മുമ്പ് ഇതൊന്ന് ഞാൻ വായിക്കാം. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ, മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡെലിവറികളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരിലേക്ക് ആകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകൾ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെക്കുറിച്ച് മിണ്ടാഞ്ഞത്? കോടതി കിടക്കുക ചേച്ചി. തനിക്ക് ഉത്തരം ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? ഓഹോ, പാലക്കാടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ലാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? ഞാൻ വിശദീകരിച്ചു തരാം അതിനെപ്പറ്റി. തൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിൻ്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണിച്ചു തരാം. പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിന് ആകുമായിരുന്നു. കോഴിയായിരുന്നു രാഹുൽ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3, 4 ഒക്കെ പുള്ളി കൊണ്ടു കടന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ
മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടും ഇതുവരെയും പരാതിപ്പെടാത്തവർ അവയിലേക്കൊന്നും പരാമർശമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതിജീവിതകൾ, പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും, അല്ലാത്തവരെയും അതിജീവിത എന്ന് വിളിക്കുക അല്ലേ, ഓക്കെ, സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന അക്രമങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മിക്ക് ഇതൊക്കെ നേരിട്ടറിയാവോ? അവരെയൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലായ ഹാഷ്മി ഇവരുടെയെല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസം എടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു. അപ്പം രാഹുലിനെ ആരും കേൾക്കണ്ടേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, രാഹുലിനെ ആരും കേൾക്കണ്ടേ? പിന്നെ നിങ്ങൾ നേരത്തെ ചോദിക്കുന്ന ആ ചോദ്യം ഫ്ലാറ്റിന്റെ കാര്യത്തിൽ, രാഹുൽ അത് ഇന്നലത്തെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ഫ്ലാറ്റിന്റെ കാര്യത്തിൽ വേറൊരാളെ ഇടപെടുത്തിയത് ആ ഫ്ലാറ്റിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ, അതായത് ഞാൻ ചോദിക്കുമ്പോൾ അവർ തരുന്ന എമൗണ്ട് അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസ്കൗണ്ടും എല്ലാം വേറൊരാൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കാണോ ഇത്രയും കുറച്ച് തന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചാറ്റ്, ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. രാഹുലിന് അയച്ചു കൊടുത്ത പൈസയുടെ 1,07,500 ഇങ്ങനെ പൈസ അയച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ ഡെലിവറിയൊക്കെ രാഹുലിന് പോയിട്ടുണ്ട്. അതായത് ഇവർ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് പരാതിക്കാരി. ഇതാ കുറേ ഉണ്ട്, 949 രൂപയുടെയും ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. താഴത്തേക്ക് ഇനി കുറേ കിടപ്പുണ്ട്. ഇതാ അടുത്തത് രാഹുലിൻ്റെ പാലക്കാട്ടെ ഫ്ലാറ്റിലേക്ക് ഷിപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോട്ട് മിൽക്ക് ഷാമ്പു 1099 രൂപയുടെ. ഇങ്ങനെ കൺഗ്രാജുലേഷൻ, ഓർഡർ സക്സസ്ഫുള്ളി, ഇങ്ങനെ മാമായർത്ത് കുറേ ഉണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമേ കണ്ടോ. 1149 രൂപ. മെൽറ്റിൻ മിൽക്ക് സൺസ്ക്രീന് നല്ല രീതിയിൽ രാഹുൽ ഊറ്റിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. നല്ല രീതിയിൽ ഇത് കുറേ ഉണ്ട്. ഇങ്ങനെ തട്ടി നമുക്ക് പെട്ടെന്ന് അങ്ങ് തട്ടിവിടാം, കുറച്ചുണ്ട്. പക്ഷെ ഇതൊക്കെ രാഹുലിന് അയച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. ഹായ്, അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ ചിരിച്ച ഫോട്ടോ. ഈ തിരിച്ച് രാഹുൽ മേടിച്ചു വല്ലതും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എന്താണ് കാണിക്കാത്തത്, അതും കൂടെയൊക്കെ ഒന്ന് കാണിച്ചൂടെ? അതല്ലേ ഒരു നീറുനിറിവും വേണ്ടേ? നീറുനിറിവും. ഇത് ചെരുപ്പ്, ബർക്കിൻ സ്റ്റോണൊക്കെയാന്ന് തോന്നുന്നു. എൻ്റെ മോനെ നല്ല രീതിയിൽ രാഹുലേട്ടൻ മേടിച്ചിട്ടുണ്ട്. മേടിക്കാവൊന്നും ഇരുന്നിട്ടില്ല. അതാ കുറേ കിടപ്പുണ്ട്. ഇനി ഇതേ ഒരു ചാറ്റാണ്. ഞാൻ ഉടനെ എത്തും, രാഹുലിന് അയച്ച മെസ്സേജാണ്. എത്തും, നാട്ടിൽ എന്നെ കാണാൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നീയും വാ, കൂടെ നിന്നെയും ഒന്ന് കാണാലോ. ഈ സ്റ്റാർ, രാഹുലിൻ്റെ തിരിച്ച ഈ സ്റ്റാർ ഞാൻ കാശ് കൊടുത്ത് പ്രീമിയം അക്കൗണ്ട് ആക്കിയതാണ്. ഞാനായിട്ട് നല്ല ഇതിലുള്ളപ്പോഴാണ് ഇതും. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൈയും കാലും തളർന്നു പോയി. അതുവരെ ഒരു മൊമെൻ്റ് പോലും ഇതൊന്നും സത്യം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം പൊളിറ്റിക്കലി പ്രൊപ്പഗണ്ട ആയിട്ടാണ് ഞാൻ കണ്ടത്. മറ്റേ സ്റ്റാറിന് രാഹുലിന് കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് അടുത്തൊരു ചാറ്റും ഉണ്ട്. എനിക്ക് നേരിട്ട് കണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടണം. ലോകത്ത് ഇല്ലാത്ത ക്യാഷും കൊടുത്ത് നാട്ടിലോട്ട് ഞാൻ ചുമ്മാ കെട്ടിയെടുക്കുന്നതല്ല. എന്തു വന്നാലും അതിൻ്റെ ബാക്കി നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് ആരാണ്? വെട്ടിയിട്ടേക്കുന്നല്ലോ. അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല. പിന്നെ രാഹുൽ, എടോ ഐ ആം സോറി ഫോർ എവരിത്തിങ് എന്ന് കൊടുത്തതിന് ഈ മാനിപ്പുലേഷൻ നമ്പറിൽ ഞാൻ നിൻ്റെ കയ്യിൽ, ഈ മാനിപ്പുലേഷൻ നമ്പറും നീ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. എപ്പോഴാണ് അവിടെ വെച്ച് കാണുന്നത് എന്ന് എനിക്ക് അറിയണം. അതനുസരിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചാർട്ട് ചെയ്യാനുണ്ട്. എങ്ങോട്ടാണേലും നീ ഒറ്റയ്ക്ക് വരണ്ട. ബ്രിങ് എലോങ് സമ്മൺ ഫ്രം യുവർ സൈഡ്. ഫിന്നി ആണേൽ ഞാനും കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ അനിൽ, ജോബി, ഉണ്ണി, ഫസൽ, അൽവിൻ ഓർ യുവർ ചേച്ചി ആരെങ്കിലും വേണം. നിന്നെ എനിക്ക് അത്രയ്ക്കും വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലാത്ത ഒരാളെ കാണാൻ നിൽക്കേണ്ട കാര്യം ഫോണിൽ കൂടെ അങ്ങ് തീർത്താൽ പോരെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതാ പിന്നെയും കുറേ ഓർഡർ ചെയ്ത് കൊടുത്ത കുറേ സാധനത്തിൻ്റെ ലിസ്റ്റുകൾ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. ഇതൊക്കെ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ തിരിച്ചൊരു മൊട്ടുസൂചി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. രാഹുൽ, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല, ആ സ്ക്രീൻഷോട്ടും കൂടെ ഒക്കെ എടുത്തോണ്ട് ഇറങ്ങ്. രണ്ടുപേര് സ്നേഹത്തിലിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മേടിച്ചു കൊടുത്ത സാധനങ്ങൾ അതുവരെ കാണിക്കുകയാണ് തെളിവായിട്ട് കോടതിയിൽ. കൊള്ളാം. പക്ഷെ കോടതി എന്താ ഇതൊക്കെ കണ്ടിട്ടും ജാമ്യം കൊടുത്തത് രാഹുലിന്? അല്ല, അതൊരു ചോദ്യമല്ലേ? എന്തിനാ ജാമ്യം കൊടുത്തത്? ആ ഇന്റർവ്യൂവിന്റെ ഒരുപാടൊന്നും ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ രാഹുൽ പറയുന്നുണ്ട്. ഈ അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിന്റെ വാദങ്ങൾ നടക്കുന്നത്. രാഹുലാണ് പറഞ്ഞത് അടച്ചിട്ട കോടതി മുറി മതിയെന്ന്. കാരണം എന്തിനാണ്
പരാതി കൊടുത്തവരെ വെറുതെ വലിച്ചു കീറുന്നത് ബാക്കിയുള്ളവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം രാഹുലിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? പുള്ളിക്ക് സ്പേസ് കൊടുക്കുന്നില്ല സംസാരിക്കാൻ പോലും. ആ ഇന്റർവ്യൂവിൽ പുള്ളി എന്നിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് തീ കോരി എറിയുക അവിടെ. എന്നിട്ട് വേറൊരു മാധ്യമപ്രവർത്തക വന്നിട്ട് ഹാഷ്മി സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ അവിടെ ഇരുന്നു പോയി. ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അതായിരുന്നു അവസ്ഥ. ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒരു പരിധി കൂടുതലില്ല. കാരണം കോടതിയിൽ ഇരിക്കുക കേസ്. മനസ്സിലായോ? അത് വേറെ തരത്തിൽ പണി വരും. അത് മനസ്സിലാക്കാൻ എല്ലാവരും ഒന്ന് ഇച്ചിരി തല മാറ്റി വെക്കുക. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. എനിക്ക് തെളിവുകളൊന്നും കണ്ടിട്ട് ഒട്ടും വാലിഡ് ആയെന്ന് തോന്നുന്നില്ലടോ. വേറെന്തെങ്കിലും ആ ചാറ്റിൽ പോലും വലുതായിട്ടൊന്നും ഇല്ല. എന്തും ഇത്ര ചാറ്റിനകത്തുള്ളത്? കാണാൻ വരണം, പെനി ഉണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ വേറെ വലുതായിട്ട് എന്തോ അവിടെ ഉള്ളത്? ഞാനിപ്പോൾ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.